ബഹുമാനപ്പെട്ട അച്ഛനോടൊത്തൊരു കൂട്ടായ്മയ്ക്ക് ഒരുക്കപ്പെടുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ സ്വാഗത പ്രസംഗത്തിൽ സന്തോഷത്തോടുകൂടെ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ബിജോയ് അച്ഛനും എനിക്കും ഒന്നിച്ച് നവജീവൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക സഭയുടെ ഒരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഒട്ടനവധി കഴിവുകൾ സമൂഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സഭാമക്കൾക്ക് വേണ്ടി ചെയ്യാനായി പ്രിയപ്പെട്ട അച്ഛനെ സാമൂഹ്യ അവബോധത്തോടുകൂടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന നിലയിൽ ഏത് കാര്യത്തോടും വളരെ വേഗം പ്രതികരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ ആ ശരീര സ്വഭാവവും അതുപോലെ തന്നെ അച്ഛൻ്റെ മനസ്സിൻ്റെ സ്വഭാവവും അടുത്തറിഞ്ഞ ഒരാളാണ് ഞാൻ. ദൈവം തമ്പുരാൻ ധാരാളമായി അച്ഛനെയും കൊച്ചുമയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക ദിവസങ്ങളിൽ സാങ്കേതിക വിദ്യ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് ആശ്രയിക്കാതെ സഭ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ നമ്മെ ഓരോരുത്തരെയും മുന്നറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ അച്ഛനെ പോലെയുള്ള ചെറുപ്പക്കാരായ അച്ഛന്മാർ ധാരാളം കാര്യങ്ങളോട് പ്രതികരിക്കുകയും ആ പ്രതികരിക്കുന്നത് കാണുമ്പോൾ അതിൽ താല്പര്യമില്ലാത്ത ആളുകൾ നമ്മുടെ സഭാ മക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിരിക്കാം പ്രിയപ്പെട്ട അച്ഛൻ അത്തരത്തിലൊരു പ്രയാസം ഉണ്ടായതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിശ്ചയമായും നമുക്കെല്ലാവർക്കും നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സക്കറിയ പുരോഹിതൻ ദേവാലയത്തിലുള്ളപ്പോൾ ജനങ്ങളുടെ പ്രാർത്ഥന കേട്ടാണ് പിതാക്കന്മാർക്ക് പട്ടക്കാർക്ക് സക്കറിയാവിന് ദൈവിക ദർശനം നൽകി അനുഗ്രഹിച്ചത്. അതുകൊണ്ട് ദർശനം കിട്ടിയ ഒരു ചെറിയ കൂട്ടം അച്ഛന്മാർ പട്ടത്വ സ്ഥാനികൾ മാത്രമേ സഭയിൽ എല്ലാ സഭകളിലും ഉള്ളല്ലോ. അതുകൊണ്ട് പട്ടത്വ സ്ഥാനികളെല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ സമയോചിതമായി കാലോചിതമായി ശുശ്രൂഷ ചെയ്യാനായിട്ട് എല്ലാവരെയും സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അച്ഛൻ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വാസ്തവത്തിൽ അച്ഛനോട് നോ പറയാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരു ദിവസം ആവട്ടെ എന്ന് ഒരു പക്ഷേ പറയുമായിരുന്നു. ഇന്നും നാളെയും മറ്റന്നാളിലുമായി യാതൊരു ഇടവകയുടെ കൺവെൻഷനും അതുപോലെ ഇടവക ദിനവുമാണ്, 80ാമത് ഇടവക ദിനവുമാണ്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്നേക്ക് 80 വർഷത്തിന് മുമ്പ് ദാദറിൽ കുരിശു വെച്ച് കുർബാന ചൊല്ലിയ ചരിത്രമാണ് മഹാരാഷ്ട്രയിലെ നമ്മുടെ എല്ലാവരുടെയും മാർത്തോമാക്കാരൻ്റെ ചരിത്രം. അത് 80 വർഷത്തിന് മുമ്പ് അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ ആ CNI പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം പ്രതിഫലം തന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചിതറിപ്പാർത്ത് നമുക്കൊക്കെ ദൈവം തമ്പുരാൻ നല്ല നല്ല ദേവാലയങ്ങൾ തന്നത്. ജോലി ചെയ്ത് വേർപ്പോടുകൂടി ആ ദേവാലയത്തിൽ വന്ന് ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾക്ക് ദൈവം തമ്പുരാൻ കൈവിടാതെ തങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം ബോംബെയുടെ പല സ്ഥലങ്ങളിൽ പോയി സ്വന്തമായ വീടും സ്വന്തമായി പള്ളിയും സ്വന്തമായ ആരാധനാ സൗകര്യങ്ങളും സ്വന്തമായി കുടുംബജീവിതവും ഒക്കെ ദൈവം നൽകി. അപ്പം അതുകൊണ്ട് ഈ ഒരു നന്ദി പ്രകാശനത്തിൻ്റെ ദിവസമാണ് ഇന്നും നാളെയും മറ്റന്നാളിലും. 8-ാം തീയതി അഭിനയ തിരുമനസ്സുകൊണ്ട് നമുക്കൊപ്പം ശുശ്രൂഷയിലുണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഒപ്പം പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് നിർബന്ധമായി ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി തന്നപ്പോൾ ആ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്താതെ അച്ഛനോടൊപ്പം ലഭിക്കുന്ന കൂട്ടായ്മ ഞാൻ പങ്കിടാനായി ശ്രമിക്കുകയായിരുന്നു. വചനധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അച്ഛൻ അനുവദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വചനധ്യാനം നിറവേറ്റി ഞാൻ സന്ദേശം നൽകി ഈ ഭാഗം പൂർത്തിയാക്കാം എന്ന് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 8 ഓൺവേർഡ്സ്. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും.
നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. പ്രാർത്ഥിക്കാം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. കരുണയുള്ള കർത്താവേ, ഈ പ്രത്യേക കാലഘട്ടം അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്നുള്ള വചനം ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവിക വചനം ഞങ്ങളുടെ ഓർമ്മയിൽ തക്ക സമയത്ത് തന്ന്, ഓരോ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയിൽ കൂടുമ്പോഴും, ഓരോ ഞായറാഴ്ചയും ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുമ്പോഴും ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തി തരുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട തോമസ് കുര്യൻ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമ്മയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ അൻപാർന്ന കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. വചനം കേൾക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ശക്തിക്കും ബലത്തിനും മുഖാന്തരമാവണമേ. യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒരു പ്രവാസത്തിന്റെ മനസ്സാണ്. പ്രവാസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജന്മദേശം വിട്ട് അന്യദേശത്ത് വന്ന് പാർക്കുന്നു. ഈ അന്യദേശത്ത് വന്ന് പാർക്കുമ്പോൾ ആ പാർക്കുന്ന പ്രദേശത്തെ പ്രത്യേകതകൾ അനുസരിച്ച് ജീവിതം ആരംഭിക്കുന്നു. ആ ജീവിത സാഹചര്യങ്ങൾ സുഭിക്ഷമായോ സുരക്ഷിതമായോ നയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ആ ദേശത്തിന്റെ വൈതരണികളൊക്കെ തന്നെ അവിടെ കുടിയേറിയ ആളുകൾ അനുഭവിക്കേണ്ടി വരിക. കാലാവസ്ഥയുടെ പ്രതിസന്ധികളാവാം, ബന്ധങ്ങളുടെ പ്രതിസന്ധികളാവാം, അവിടെയുള്ള അപര്യാപ്തതകളൊക്കെ തന്നെ നമ്മുടെ നിലനിൽപ്പിനെ വല്ലാതെ ബാധിക്കുന്നതായി നമുക്ക് തോന്നിപ്പോകാം. ഇത് ഒരു ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു കുടുംബത്തിൽ ഇതാകാം. നമ്മൾ വന്നു കയറിയ ഭവനം പ്രവാസം മനഃപൂർവ്വമായി സൃഷ്ടിക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാവാം. ഇതൊരു സഭയിലാവാം. നമുക്ക് അനുകൂലമല്ലാത്തൊരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നേരിടുന്ന മാനസികാവസ്ഥ. ഇത് പ്രവർത്തിക്കുന്ന ഓഫീസുകളിലാവാം. ഐസൊലേഷൻ, പ്രവാസം, ഒറ്റപ്പെടുത്തൽ. അത് വാസ്തവത്തിൽ ഈ പ്രത്യേക കാലഘട്ടം നാം പഠിക്കുമ്പോൾ NDE എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. NDE ഗൂഗിളിൽ പോയി നമ്മളത് പഠിച്ചാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മരണത്തെ മുൻപിൽ കാണുക, മരണവാർത്ത നിരന്തരമായി കേൾക്കുക. മരിച്ചു എന്ന് കരുതിക്കൊണ്ട് കരയുന്ന കരച്ചിൽ പോലും ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കേൾക്കേണ്ടി വരിക. ഇത് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയാണ്.
നൊമ്പരം എന്ന് പറഞ്ഞാലോ നെടുവീർപ്പ് എന്ന് പറഞ്ഞാലോ അതെന്താണെന്ന് സ്വയമായി തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം. ഈ അടുത്ത സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല വായനകളുണ്ടായി. അതിലൊരു കാര്യം, എല്ലാ ദിവസവും മരണത്തിന്റെ കണക്ക് അല്ലെങ്കിൽ മരണത്തിന്റെ കണക്കെടുക്കുന്ന, കണക്ക് കേൾക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. മരണത്തിന്റെ കണക്കെടുക്കുന്ന ജീവിക്കുന്ന മനുഷ്യർ, മരണ വാർത്ത തന്നെ തിരിച്ചും മറിച്ചും നമ്പർ വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ. 5000, 6000, 7000, 8000. അപ്പോ മരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മരണത്തിന്റെ ആയിരങ്ങളുടെ കണക്കുകൾ കേട്ട് നമ്മൾ വല്ലാതെ ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വായിച്ചപ്പോൾ ആ വായിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊരു യാന്ത്രികമായ ഒരു മനുഷ്യ ജീവിതമായി മാറുന്ന ഒരു തലമുണ്ട്. മരിച്ചവൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, പ്രവാസമാണ് നമ്മുടെ ധ്യാനത്തിന്റെ പശ്ചാത്തലം. പ്രവാചകൻ ഈ പ്രവാസം എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ കഴിയുന്ന ആളുകളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ ജന്മദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് വന്നിരിക്കുന്നു. അത് ജനിച്ച വീട്ടിൽ നിന്ന് പുറത്തു വരുന്ന ഏതൊരു അനുഭവത്തെയും, ജനിച്ച ഭവനത്തിൽ നിന്ന് പുറത്തു പോയി കഴിയുന്ന ഏതൊരു സാഹചര്യത്തെയും ഈ ഭാഗവുമായി ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിച്ച് ഈ വചനം നമ്മളുടേതാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഉപവാസ പ്രാർത്ഥനയായി നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരല്പം ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും തലം ഉൾക്കൊള്ളണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലെ ഈ സാമൂഹ്യ സാഹചര്യങ്ങളിലെ ഒരു മനോഭാവത്തെ ഉൾക്കൊള്ളുന്നത് ആവശ്യമാണ്. മരിച്ചവൻ എന്ന് പറയുന്ന ഒരു ലേഖനം, ആ ലേഖനത്തിനകത്ത് ഒരു മനുഷ്യൻ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ താമസിക്കുന്ന ഒരു 1 റൂം കിച്ചണിലാണ്. ആ 1 റൂം കിച്ചണിൽ നിന്ന് അദ്ദേഹം യാത്ര ആരംഭിക്കുമ്പോൾ ട്രെയിനിൽ സഞ്ചരിച്ചു വരുന്ന സമയത്ത് ഒരു വലിയ മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചില ഓർമ്മകളാണ്. ആ ഓർമ്മകളിൽ അദ്ദേഹം ആദ്യം ഓർക്കുന്നത്, അതായത് വീടിന്റെ മുകളിൽ ചരിഞ്ഞു കിടക്കുന്ന ആ ഒരു ഓലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. മഴയുടെ ഗന്ധം അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് വരികയാണ്. ഡൽഹിയിൽ നിന്ന് ഒറ്റയ്ക്കൊരാൾ ഒരർത്ഥത്തിൽ നാട്ടിലേക്കോ ജന്മദേശത്തേക്കോ യാത്രയാവും. ഈ പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തായ ദിവസത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 9ാം ക്ലാസ് പരീക്ഷയുടെ തലേന്ന് ഉച്ചയ്ക്കാണ് എൻ്റെ അച്ഛൻ വഴിയരികെ മരിച്ചു കിടക്കുന്നത് ഞാൻ കാണുന്നത്. അച്ഛൻ എന്നെ സംബന്ധിച്ച് ഒരു പദം മാത്രമായിരുന്നില്ല. എന്നാൽ എനിക്ക് അച്ഛനുണ്ട് എന്നറിയാം. എനിക്ക് അച്ഛനോട് ബഹുമാനമാണ്. എന്നാൽ ചത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന അച്ഛൻ്റെ ശരീരത്തിന് എന്നോടൊന്നും പറയാനില്ല. എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷേ കണ്ണുനീര് വരുന്നില്ല. കാരണം എന്തെന്നാൽ ഈ അച്ഛൻ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അമ്മയെ മദ്യപിച്ച് വന്ന് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്നാലും എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് അഭിമാനമായിരുന്നു. അച്ഛൻ്റെ മരണം കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അമ്മ വീട് വിട്ടു പോയി. അമ്മയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ ചെറുക്കനെ അനാഥനാക്കിയിട്ട് ആരുടെയെങ്കിലും കൂടെ പോയ ഈ സ്ത്രീ എന്തൊരു സ്ത്രീയാണ്. പലരും അടക്കം പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. എനിക്ക് കരയാൻ പോലും തോന്നിയില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ആ വീട്ടിൽ കിടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പട്ടിണിയാണ്. പൊളിഞ്ഞു തുടങ്ങിയ ഈ വീട്ടിൽ കിടന്ന് ഈ മുഷിഞ്ഞു നാറുന്ന ഈ വസ്ത്രത്തിൻ്റെ ആ ഒരു ഗന്ധവും, അത് മാത്രമല്ല ഞാൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഇഴജന്തുക്കളുടെ ശബ്ദവും കേട്ടിട്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ജീവികളോട് തർക്കിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഇല്ലാത്ത ഒരു വീടായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ വീട് ഉപേക്ഷിച്ച് പുറത്തു വരികയാണ്. ഈ പുറത്തു വരുന്ന ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒറ്റയൊരു യാത്രയാണ്. യാത്രയിൽ ചെന്ന് നിൽക്കുന്നത് കണ്ടെത്തിയവരൊക്കെ തന്നെ വിയർപ്പ് നാറുന്ന മനുഷ്യർ. അവർക്കൊപ്പം ജീവിച്ചു. ഞാൻ അനാഥനാണ്. ആകെയുള്ളത് 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് മാത്രം. ഓർമ്മകളിൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഇതുപോലൊരു മഴയുടെ ദിവസമാണ് ഞാൻ എൻ്റെ വീട് വിട്ട് ഞാൻ ഇറങ്ങിയത്. അദ്ദേഹം പറയുകയാണ്, അതെ, ഇനി ലോകം ഒത്തിരി വിശാലമാണ്, പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. ലോകം ഒത്തിരി തിരക്കുണ്ട്, പക്ഷേ
ഞാൻ ഒറ്റയ്ക്കാണ്. നഷ്ടപ്പെടുത്തിയത് കേവലം ഒരു വീടാണെങ്കിലും നഷ്ടമായത് എൻ്റെ ജന്മദേശമാണ്. എനിക്ക് ആരുമില്ലാത്ത ഒരു മനുഷ്യനായി ഞാൻ മാറി എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മുൻപിൽ പെയ്യുന്ന മഴയുടെ മണം ഒരു പാഴ് മണമായി എനിക്ക് തോന്നുകയാണ്. ഞാൻ മരിച്ചു. അതെ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഞാൻ മരിച്ചവനാണ്. പ്രവാസം എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, മരണവാർത്ത കേട്ട് ഒരു പക്ഷേ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ചിലരൊക്കെ നമ്മൾ അറിയാതെ നമ്മിൽ നിന്ന് വേറിട്ട് പോയി. നമ്മൾ അറിയാതെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാവുന്ന കുറേ ആളുകൾ, രക്തബന്ധം ഒന്നുമില്ല, നിസ്സഹായരായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരു നല്ല യാത്രയെ പോലും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന നിലയിൽ നമ്മുടെയൊക്കെ മനസ്സ് നമ്മൾ അറിയാതെ കരയുന്നുണ്ട്. ഇത് പ്രവാസത്തിന്റെ സാഹചര്യമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നിൽക്കാനാവാതെ, ഞാൻ ജനിച്ച വീട്ടിൽ നിൽക്കാനാവാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവാസത്തിന്റെ മനസ്സോട് ഓടി മാറിയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഒന്നാമത് ഒരു മറിയ, അവൾ സ്വന്തം വീട്ടിൽ നിൽക്കാനാവാതെ എലിസബത്തിന്റെ അരികിൽ വരെ ബന്ധപ്പെട്ട് ഓടിപ്പോകുന്നതാ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു പക്ഷപാത രോഗിയെ കാണാം. അവൻ കിടക്കുന്നത് പുറത്താണ്. യേശു പറഞ്ഞു, നീ കിടക്കയെടുത്ത് നിന്റെ വീട്ടിൽ പാനാ പറയുന്നത്. ലൂക്കോസിന് സുവിശേഷം 5:25 ഒരു രോഗിയെ കാണാം. യേശു പറഞ്ഞു, നീ കിടക്കയെടുക്ക്, നീ വീട്ടിൽ പോ. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു മകൻ അപ്പന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം വാങ്ങാമോ അതൊക്കെ വാങ്ങി അവൻ പുറത്തുപോയി. അവൻ തിരികെ വീട്ടിലെത്തി. ഈ വചനഭാഗം നമ്മൾ പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത്, പ്രവാസം എന്ന് പറയുന്നത് കേവലം സ്ഥലം മാറുന്നത് മാത്രമല്ല. ജീവിതത്തിൽ നിൽക്കാൻ പറ്റാത്ത നിലയിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. ഭയപ്പെടേണ്ട മോനെ, മോളെ, ഭയപ്പെടേണ്ട. നീ എൻ്റെ മോനാ, നീ എൻ്റെ മോളാ. നിന്നോടുകൂടെ ദൈവമുണ്ടല്ലോ. ആ ദൈവം ഉണ്ടെങ്കിൽ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇസ്രായേൽ മക്കൾ സ്വന്തം ദേശം വിട്ട പ്രവാസത്തിലായി എന്ന് പറയുമ്പോൾ തുടർന്നുള്ള വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഭയപ്പെടേണ്ട എന്ന് ദൈവശബ്ദം കേൾക്കുവാൻ കൊതിച്ചിരിക്കുന്ന ജനത്തോട് യഹോവയാ ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. വചനഭാഗം വായിക്കുമ്പോൾ ഒന്നിലധികം തവണ ഇവിടെ പറയുന്നത്, 8-ാം വാക്യം വായിക്കുന്നത്, നീ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഏതൊരു വാക്കിന്റെ മുൻപിലും എൻ്റെ എന്ന് ചേർത്ത് കഴിയുമ്പോൾ നിശ്ചയമായും അതിൻ്റെ വില 7 ഇരട്ടിയാണ്. ഏതൊരു വാക്കിൻ്റെയും മുൻപിൽ എൻ്റെ എന്ന് പദം പ്രയോഗിച്ചാൽ അതിനുണ്ടാകുന്ന മാറ്റം വലിയതാണ്. അതങ്ങനെ തന്നെയാണ്. എത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച ദൈവം തൻ്റെ ജനത്തെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് ആവർത്തിച്ചാവർത്തിച്ച് ഓരോ വാക്കുകളുടെയും മുൻപിൽ, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. അത്രമാത്രം പ്രാധാന്യം ഈ ഭാഗത്തുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്നാമതായി നാം ഓർക്കുക, യു ആർ സ്പെഷ്യൽ. നീ വളരെ വിലപ്പെട്ടവനാണ്, നീ വളരെ വിലപ്പെട്ടവളാണ്. യു ആർ സ്പെഷ്യൽ. നിശ്ചയമായും അതുതന്നെയാണ് നമുക്കുള്ള അവകാശം. വചനം പറയുന്നു, അബ്രഹാമിന്റെ മകനെ. 2020 ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാനും അബ്രഹാമുമായിട്ട് എന്താ ബന്ധം? ഞാൻ അബ്രഹാമിന്റെ പരമ്പരയിലുള്ള ആളല്ലല്ലോ, ഞാൻ യഹൂദനല്ലല്ലോ. വചനം പറയുന്നു, ഗലാത്യ ലേഖനം, വിശ്വാസി എങ്കിലോ നീ അബ്രഹാമിന്റെ സന്തതിയും അവകാശിയുമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാം വാക്യം. നീ ക്രിസ്തുവിനുള്ളവൻ എന്ന് പറയുമ്പോൾ നിന്റെ അവകാശം, ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടുകൂടെ ഈ വചനഭാഗത്തെ വാഗ്ദാനങ്ങൾ നെഞ്ചിലേറ്റണം. അതെ, എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തമ്പുരാനെ, കർത്താവെ, ഞാനും ഉണ്ട്. കാരണം ഞാൻ ഒരു വിശ്വാസിയാണ്. റിമെമ്പർ, യു ആർ സ്പെഷ്യൽ, ഐ എം പ്രഷ്യസ്. എൻ്റെ ജീവിതം വളരെ വളരെ വിലപ്പെട്ടതാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. അതേ കർത്താവെ,
അത് സമ്മതിക്കുന്നതാണ് ജീവിതത്തിന്റെ വിലപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. പ്രതികൂലങ്ങൾ, ഭയപ്പാടുകൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും അറിയുന്ന ദൈവം തക്ക സമയത്ത് നമുക്ക് ആവശ്യമുള്ള നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ. എന്താ പറയുന്നതിന്റെ കാരണം? 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അനാഥത്വം മനസ്സിലേക്ക് വല്ലാതെ ഇരച്ചു കയറുന്നത് കണ്ടിട്ട് യേശു കർത്താവ് അവരുടെ അന്തരേന്ദ്രിയത്തിന്റെ ആവശ്യമറിഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള സമയത്ത് കലങ്ങരുത് എന്ന് പറയുവാൻ ഈ ലോകത്തിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതെ, വചനമാണ് ഇന്ന് നമുക്ക് ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും അഭികാമ്യമായി സമീപസ്ഥനായിരിക്കുന്നത്. അതുകൊണ്ട് ദേഹരൂപത്തിലുള്ള ദൈവത്തെ കാണുന്നതിനല്ല, വചനമായ ദൈവത്തെ തിരിച്ചറിയുന്നതിനുള്ള അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഇന്ന് ലോകപ്രകാരം ഫിസിക്കലി ഒരു ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം വചനം ദൈവമാണെങ്കിൽ ആ വചനം എനിക്കിന്ന് വായിക്കാനും ധ്യാനിക്കാനും ഏറ്റവും അഭികാമ്യമായി എൻ്റെ ഈ പ്രത്യേക കാലഘട്ടം, ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടം എന്നെ അനുവദിക്കുകയാണ്. എന്തിനു വേണ്ടി? യു ആർ സ്പെഷ്യൽ, നീ വളരെ വിലപ്പെട്ടവനാണ് എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ ശബ്ദം. 10-ാമത്തെ വാക്യം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. റിമെമ്പർ, യു ആർ സ്ട്രെങ്തൻഡ്. ശക്തി ഞാൻ നിനക്ക് നൽകും. എന്താണ് ശക്തി? 3 തവണ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇറ്റ്സ് എ പ്രസന്റ് ടെൻസ്. ഐ ആം വിത്ത് യു. 4 തവണ പറയുന്നു, ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ സ്ട്രെങ്തൻ യു. നോക്കുക, വർത്തമാനകാലത്തും ഭാവി കാലത്തും ഒരുപോലെ നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക വാഗ്ദാനം എന്ന് പറയുന്നത്. ഇതിലപ്പുറം എന്താണ് നമുക്ക് വേണ്ടത്? നമ്മോട് കൂടെയുള്ള ദൈവം, നമ്മെ തിരിച്ചറിയുന്ന ദൈവം, നമ്മെ ശക്തിപ്പെടുത്തുവാൻ മതിയായവൻ എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വചനഭാഗം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹൗ? ഐ എം പവർഫുൾ. എൻ്റെ ദൈവം ശക്തനായതുകൊണ്ട് ഈ ശക്തി നമുക്ക് തരുവാൻ ദൈവത്തിന് മനസ്സാണ് എന്ന് പറയുമ്പോൾ, അതേ കർത്താവേ, ആ ശക്തി എനിക്ക് ആവശ്യമാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലെ ശരീരത്തിലെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും കണ്ടിട്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് ശൂലം മാറിപ്പോകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് പൗലോസിന് കൊടുക്കുന്ന മറുപടിയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ആ വേദഭാഗം വായിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഞാൻ ധ്യാനിക്കാറുള്ള ഒരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഞാനായിരുന്നെങ്കിൽ പറയുമായിരുന്നത്, ആമേൻ കർത്താവേ, നിന്റെ കൃപ എനിക്ക് തരാൻ നിനക്ക് മനസ്സാണെങ്കിൽ കർത്താവേ, എനിക്കത് മതി. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് യേശു കർത്താവ് പൗലോസിനോട് പറയുമ്പോൾ ആ പൗലോസിന്റെ സ്ഥാനത്ത് നിന്ന് വിശ്വാസികളായി നമുക്ക് പറയാൻ കഴിയണം, ആമേൻ കർത്താവേ, നിന്റെ കൃപ എനിക്ക് തരാൻ നിനക്ക് മനസ്സാണെങ്കിൽ എനിക്കത് മതി കർത്താവേ. അതാണ് എൻ്റെ ശക്തി. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് വചനം പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കുവാനുള്ള എൻ്റെ മനസ്സും എൻ്റെ മനസ്സാക്ഷിയും, ഈ ലോകത്തിൽ വെച്ച് നശിച്ചു പോകാൻ സാധ്യതയുള്ള എൻ്റെ ശരീരവും മനസ്സും ശക്തിപ്പെട്ട് ദൈവത്തിൽ ശക്തിപ്പെട്ട് നിലനിൽക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് തരാൻ മനസ്സുണ്ടെങ്കിൽ, തമ്പുരാനെ ഞാനത് സ്വീകരിക്കുവാൻ മനസ്സുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ശക്തി അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല കർത്താവേ എന്ന് സമ്മതിച്ച് ദൈവസന്നിധി വിനയപ്പെടുവാൻ കഴിയുമെങ്കിൽ, പ്രവാസകാലത്ത് ശക്തിപ്പെട്ട ഈ ദൈവജനം ശക്തിപ്പെട്ടതുപോലെ നമുക്ക് ഇന്ന് ശക്തിപ്പെടുവാനായി സാധിക്കും. വചനഭാഗത്തേക്ക് വരാം. 11-ാം വാക്യം, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും ചെയ്യും. വചനഭാഗം പറയുന്നു, റിമെമ്പർ യു ആർ സുപ്പീരിയർ. എന്താ കാരണം? നിന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ കൂടെ പരാജയപ്പെടുന്ന ഒരു ദൈവമല്ല നിന്റെ കൂടെയുള്ളത്.
ദൈവ പൈതലിന്റെ ഒരു ശത്രു പിശാചാണ്, സാത്താനാണ്. എന്നാൽ സാത്താനെ ജയിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായി നമ്മെ പഠിപ്പിച്ച അരിമനാഥൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. നമ്മോട് കൂടെയുള്ള ദൈവം ശക്തനാണെങ്കിൽ നാം അശക്തരുടെ കൂട്ടത്തിലല്ല, നാം ശക്തിയുള്ള ദൈവത്തോട് കൂടെയാണ്. ദൈവം വലിയവനാണെന്ന് പറയുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ കയ്യിലെ ചെറിയ കുഞ്ഞായി നമുക്ക് തീരാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ ശക്തിയുടെ വാഹകരായി, ചാലകങ്ങളായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അവിടെ പരാജയം എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപിലില്ല. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചു കേട്ട സൺഡേ സ്കൂൾ ക്ലാസ്സിലെ ഒരു ടി കെ വർഗീസ് സാറിന്റെ ഇൻസ്പെക്ടർ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്ന ടി കെ വർഗീസ് സാർ പറഞ്ഞൊരു കഥ ഓർക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ 5 കുഞ്ഞുങ്ങൾ ആനുവൽ സ്പോർട്സിൽ ഓട്ടത്തിന് പങ്കെടുക്കാനായി ഓടാനായി ആരംഭിക്കുകയാണ്. 5 പെൺകുട്ടികളും ഓരോ വർഷവും സമ്മാനം മാറി മാറി വാങ്ങുന്ന കുട്ടികളാണ്. അതിൽ ഒരു പെൺകുട്ടി ആ വർഷം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ കുട്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മറ്റ് 4 പെൺകുട്ടികൾ ചോദിച്ചു, എന്താ നീ പ്രാർത്ഥിച്ചത്? ജയിക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ജയിക്കുമോ തോൽക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ജയിച്ചാലും തോറ്റാലും, ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ വീണു പോയാലും എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പരാജയപ്പെട്ടാൽ ആ പരാജയത്തിന്റെ സ്ഥലത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഭയപ്പെടാനില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ അരിമനാഥന്റെ ശബ്ദം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും യാഥാർത്ഥ്യമായി അത് അനുഭവവേദ്യമായി തീരുന്നത് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട് എനിക്ക് ഭയമില്ല എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഐ എം പ്രൊവൈഡിങ് എ സ്പെഷ്യൽ കാറ്റഗറി ഇൻ യുവർ ലൈഫ്. യു ആർ സുപ്പീരിയർ. നിങ്ങൾ വളരെ ഉയർത്തപ്പെട്ടവരാണ്. കാരണം ഉയർന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. 4ാമത്തെ ചിന്ത, 13ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗം. ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. റിമെമ്പർ, യു ആർ സെക്വേർഡ്. 16ാം സങ്കീർത്തനം പറയുന്നു, യഹോവ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. യഹോവ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലത് കൈ കൊണ്ട് എന്നെ പിടിക്കുവാൻ വലിയവനായ ദൈവത്തിൻ്റെ വലങ്കരം ഇന്നും ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ, വചനം തന്ന് എന്നെ ശക്തീകരിക്കുവാനും തളർന്നു പോകാൻ സാധ്യതയുള്ള സമയങ്ങളിൽ എനിക്ക് ശക്തി പകർന്ന് നീ സുരക്ഷിതനാണ്, സുരക്ഷിത ബോധത്തോടുകൂടി നിനക്ക് ജീവിക്കുവാൻ നിനക്ക് കഴിയും എന്നുള്ള ചിന്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പകർന്നു തരുവാൻ ദൈവത്തിന് മനസ്സാണെങ്കിൽ നാം അശക്തരല്ല, നാം അരക്ഷിതരല്ല, നാം സുരക്ഷിതരാണ്. ഒരിക്കൽ ഒരു പ്രൊഫസർ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാനായി ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു ഭരണി ഉണ്ടായിരുന്നു. അദ്ദേഹം കയ്യിൽ സഞ്ചിക്കുള്ളിൽ കുറേ മണല്, കുറച്ച് ചരല്, ഏതാനും പാറക്കഷണങ്ങൾ, ഇത് 3ഉം അദ്ദേഹം ക്ലാസ്സിൽ കൊണ്ടുവന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് ഈ പാറക്കഷണങ്ങളും ഈ മണലും ഈ കുപ്പിയും കുട്ടികളെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ കുപ്പി നിറയ്ക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം 3 പാറക്കഷണങ്ങൾ ആ ഭരണിക്കുള്ളിൽ ഇട്ടപ്പോൾ ആ ഭരണി നിറഞ്ഞു. സാർ ചോദിച്ചു, ആട്ടെ, ഈ കുപ്പിയിലേക്ക് 3 കല്ലുകൾ ഇട്ടപ്പോൾ, പാറക്കഷണങ്ങൾ ഇട്ടപ്പോൾ കുപ്പി നിറഞ്ഞല്ലോ? കുട്ടികൾ സമ്മതിച്ചു, നിറഞ്ഞു. തൻ്റെ പക്കലുണ്ടായിരുന്ന കുറെ ചരലുകൾ, കുറെ കൂടെ ചെറിയ ചെറിയ പെബിൾസ് അദ്ദേഹം നിറഞ്ഞു എന്ന് പറഞ്ഞ ആ ഭരണിയുടെ ഉള്ളിലേക്ക് ആ പ്രൊഫസർ വാരിയിട്ടപ്പോൾ ഒഴിഞ്ഞു കിടന്ന പാറക്കഷണങ്ങളുടെ ഇടയിലെ കുറെ സ്ഥലങ്ങൾ ഈ ചരലുകൾ ചെന്ന് നിറഞ്ഞു. കുപ്പി ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു, ആട്ടെ, ഇപ്പോൾ കുപ്പി നിറഞ്ഞോ എന്ന് ചോദിച്ചു. കുട്ടികൾ സമ്മതിച്ചു, നിറഞ്ഞു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറെ പൂഴിമണ്ണാണ്, മണലാണ്. അദ്ദേഹം ശിഷ്ടമുള്ള മണൽ ആ കുപ്പിയുടെ ഉള്ളിലേക്ക് വീണ്ടും ഇട്ടപ്പോൾ അത് നിറഞ്ഞു.
സാറ് കുപ്പി ഉയർത്തി ചോദിച്ചു, ആട്ടെ കുപ്പി നിറഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, നിറഞ്ഞു. സാറ് പറഞ്ഞു, കുപ്പി നിറഞ്ഞു എന്ന് നിങ്ങൾ 3 പ്രാവശ്യവും സമ്മതിച്ചു. ആദ്യം ഞാൻ പാറക്കല്ലിട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു കുപ്പി നിറഞ്ഞു, ചരൽ വാരിയിട്ടപ്പോൾ നിറഞ്ഞു എന്ന് പറഞ്ഞു, മണൽ വാരിയിട്ടപ്പോൾ നിറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നിറച്ചത് ആദ്യം മണലാണ് നിറച്ചിരുന്നതെങ്കിൽ ഈ ചരലും ഈ കല്ലുകളും ഇതിനകത്ത് നിറയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. സി, പ്രയോറിറ്റൈസ് യുവർ ലൈഫ്. ജീവിതത്തിൽ അത്ര പ്രാധാന്യമില്ലാത്തതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ ഒരു പക്ഷേ പ്രാധാന്യമില്ലാത്തത് കൊണ്ട് കുപ്പി നിറഞ്ഞ് പ്രാധാന്യമുള്ളത് നിറയ്ക്കാൻ പറ്റാത്ത നിലയിൽ വന്നേക്കാം. അതുകൊണ്ട് ബി പ്രിപ്പയർ, ബി പ്രയോറിറ്റൈസ്. നമ്മുടെ ജീവിതത്തിൽ ഏതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആ പറയപ്പെട്ട സാഹചര്യങ്ങളെയും ഭയപ്പെടുന്ന സാഹചര്യത്തെ നിറയ്ക്കുവാൻ കഴിയുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് വചനം പറഞ്ഞിരിക്കുമ്പോൾ പാതയ്ക്ക് പ്രകാശം ആവശ്യമായി മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ വചനത്തിന് നിറവ് നമുക്കുണ്ടാവില്ല. ഇവിടെ യഹോവയാം ദൈവം നേരിട്ട് ഇവരോട് പറയുന്നതിന്റെ കാരണം, ഭയപ്പെടരുത്, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്നുള്ള വാഗ്ദാനം നൽകുവാൻ ദൈവത്തിന് മനസ്സുള്ളപ്പോൾ ആ മനസ്സ് നാം ഓരോരുത്തരും സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ പരിശ്രമിക്കുമ്പോൾ നിശ്ചയമായും നമുക്കും പറയാൻ സാധിക്കും, യഹോവ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. യഹോവ എനിക്ക് ശക്തി പകരാൻ മനസ്സുള്ളപ്പോൾ, അതേ കർത്താവേ, നിന്റെ കൃപ തരാൻ എനിക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ എനിക്ക് അത് മതി കർത്താവേ. യഹോവ എന്നെ വിലപ്പെട്ടവനായി കാണാനായി വലിയവനായ ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ തമ്പുരാനെ നീ തരുന്ന വില മതി എനിക്ക്. യഹോവ എന്നെ സംരക്ഷിക്കുവാൻ ശക്തനാണെങ്കിൽ നിന്റെ സംരക്ഷണമാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് ആവശ്യം എന്ന് സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഓരോ ദിവസവും ലഭിക്കുന്ന വചന കേൾവിയുടെ ഒരു അവസരങ്ങളും നഷ്ടപ്പെടുത്തരുത്. വചനം ഒരിക്കലും നഷ്ടമല്ല. ഈ സമയം ജീവിതത്തിൽ ഇനി ആവർത്തിച്ച് കിട്ടും എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം വചനം കൊണ്ട് ഹൃദയം നിറയട്ടെ. വിലപ്പെട്ട വചനങ്ങൾ കൊണ്ട് നിറയുമ്പോൾ പ്രത്യാശയുടെ ദൂതുകൾ, പ്രത്യാശയുടെ സംസാരങ്ങൾ, പ്രത്യാശയുടെ പുഞ്ചിരികൾ, പ്രത്യാശയുടെ വചനങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുവാനായി ദൈവം നമ്മെ സഹായിക്കും. പ്രവാചകൻ പ്രവാസത്തിൽ കഴിയുന്ന ജനത്തെ ശക്തീകരിച്ച ദൈവം ഈ പകർച്ചവ്യാധിയുടെ ഒരു പ്രവാസ മനസ്സുകളെ ഒക്കെ ആശ്വസിപ്പിക്കട്ടെ, സാന്ത്വനപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട അച്ഛനോട് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തന്നെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിച്ച് വാഴ്ത്തുമാറാകട്ടെ. ആമേൻ. കേട്ട പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പുഷ്പ ചേച്ചി പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചു. ചേച്ചി കേൾക്കത്തില്ല. Hallelujah, 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 hallelujah. Glory, glory, glory. Thank you, Jesus. Dear Yeshua, our Heavenly Father, we thank you and praise you for this beautiful day you have given to us, Lord. Lord Jesus, one more day is gone from our life. Thank you, Jesus, Lord. Thank you, Jesus, for this blessed day you have given to us, Lord. We bow down before you to pour out our hearts to you, Lord Jesus. We believe that you are with us, Lord. Thank you, Jesus, for the blessed message you have given through Achan, Lord. Lord Jesus, you have promised so many times in the Bible, do not fear, I am with you. We cling upon that promise daily and walking day by day, Lord Jesus. As in Isaiah 41:13, Lord says, Lord, for I am the Lord your God. I am with you. I will catch hold of your right hand and I will be with you. And do not fear. Lord Jesus, we know that difficult times are there in our life.
but sometimes we take away from you, Jesus. But we ask the forgiveness from you, Jesus, Lord. We are you made our body and mind and soul, Lord. Cleanse our body and mind and soul with your precious blood of Jesus, Lord. Lord Jesus, thank you for providing all the needs of ours according to your will, Lord. Lord Jesus, take us, mold us, and fill us with your Holy Spirit, Lord. Lord Jesus, let us never be afraid in your life if you are with us, Lord. Lord Jesus, remembering your sacred promise, Lord, do not fear. Lord Jesus, thank you, Jesus, through the Achan, Lord. We heard the message, Lord. Lord Jesus, you are with us always, Lord. Thank you, Jesus. Bless Achan and family, Lord. Bless them abundantly to utilize for your kingdom, Lord. Lord Jesus, Lord, give us your courage and strength and protection at this time. We need it, Lord Jesus. We are under the grip of fear, Lord, but you have promised us, do not get fear, Lord. Lord Jesus, your promises are never in vain, Lord. We cling upon the promise, Lord. Lord Yeshua, our Heavenly Father, once again we uphold all those who have come to the prayer meeting, Lord. Lord Jesus, bless them abundantly, Lord. Lord Jesus, we pray that each and every house is applied with your blood of Jesus, Lord. No harm should touch upon anybody, Lord. Lord Jesus, we commit everything under your hands, Lord. Lord Jesus, glory and honor is yours. Everything we ask in your precious name, Jesus Christ. Amen. Amen. So much, Achan. Achan, we are going to spend around 30 to 40 minutes of time in prayer. It's up to you, Achan, to stay or not. കാരണം ഒരുപാട് തിരക്കുണ്ട് അച്ഛന്. അച്ഛന് ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. Thank you so much on behalf of the church for joining the fellowship. God bless you, Achan. Thank you, Cha. Thank you very much. I'm ഇപ്പോൾ feeling- yeah.